ഹലോ ഗൈസ്, എല്ലാവർക്കും അന്നാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി നമ്മളിങ്ങനെ ഒരു മുഖാമുഖം കണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ടൈം ഇല്ലായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇതുവരെയും ചെയ്യാതിരുന്നത്. ഇനിയും ഡെയിലി ഇടാൻ പറ്റുമോ അറിയില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ ട്രാവൽ വ്ലോഗ് വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ട്രാവൽ വ്ലോഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ. പിന്നെ ഇങ്ങനെയുള്ള കണ്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതും എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സുകൾ ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു. ഇതൊരു താളിയുടെ ഷാമ്പു ആണ് കേട്ടോ. ധാത്രി ചെമ്പരത്തി താളിയുടെ ഷാമ്പു ആണ്. നമുക്ക് സിറ്റി ലൈഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെമ്പരത്തി പറിച്ച് അരച്ച് അങ്ങനെ തലയിൽ തേക്കാൻ ടൈം ഇല്ലായിരിക്കും, ചിലപ്പം ചെമ്പരത്തി ഒന്നും കാണില്ല അടുത്തൊന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു താളിയാണ് കേട്ടോ. ഞാനിത് ആഴ്ച 2 വട്ടമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മളൊക്കെ ചെമ്പരത്തി താളി ഉപയോഗിക്കുന്ന അതേ ഒരു നമുക്ക് ഇതൊന്നും കിട്ടില്ല എങ്കിലും ആ ഒരു ചെറിയൊരു സ്മൂത്തനിങ് ടെക്സ്ചറൊക്കെ നമ്മുടെ ഹെയറിൽ കിട്ടും. അപ്പോൾ നമുക്കൊരു താളി ഉപയോഗിച്ചതിൻ്റെ ആയിട്ടുള്ളൊരു ഇത് തോന്നുന്നു കേട്ടോ. നല്ലൊരു താളി തന്നെയാണ്. 110 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാനിത് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ 2ാമത്തെ പാക്കറ്റാണ് കേട്ടോ. റോസ്മേരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പലരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് ഉള്ള ലീഫിൽ കിട്ടുന്നതിനെക്കാട്ടിലും പലരും യൂസ് ചെയ്യുന്നതിൻ്റെ എന്താ റോസ്മേരി വാട്ടർ ആയിരിക്കും. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒക്കെ റോസ്മേരി വാട്ടറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാനിത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പല വീഡിയോസിലും എല്ലാവരും പറയുന്ന സെയിം ഇത് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ ഒരു സ്പൂൺ റോസ്മേരി ലീഫ് ഇടും. അത് 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കും. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, അതിൻ്റെ ആ തണ്ട് മാറ്റിയിട്ട് അതായത് നമ്മുടെ ഈ റോസ്മേരി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് ആണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളോ അല്ലെങ്കിൽ അത് ഫുള്ളെ ആ തണ്ട് മാറ്റിയിട്ട് അത് ഇങ്ങനെ ഇട്ട് വെക്കുക. ഒരു 2-3 എണ്ണം ഇട്ട് വെക്കാം കേട്ടോ. 2 എണ്ണം മാക്സിമം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടത് എന്താ കുറച്ച് നേരം അതിൻ്റെ ആ എക്സ്ട്രാക്റ്റ് ഒന്ന് അതിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലേക്ക് അരിച്ചു മാറ്റാം. അരിച്ച് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു കറയുണ്ടാവും. പിന്നെ നമുക്കത് സ്പ്രേ ചെയ്യുന്ന ബോട്ടിലൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, അതിലിങ്ങനെ കറ പറ്റി. എൻ്റെ അങ്ങനെ ഒരു ആദ്യം ഞാൻ യൂസ് ചെയ്തത് എനിക്ക് 2 ബോട്ടിൽ കിട്ടിയാണ് ആദ്യത്തെ യൂസിൽ. ഇത് പക്ഷെ ചെറുതാണ് വാങ്ങിയത്. ആദ്യത്തെ ഞാൻ ഇച്ചിരി വലുതാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 2 ബോട്ടിലാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് നമുക്കിങ്ങനെ ചീപ്പിൻ്റെ പരുവത്തിലുള്ള ഒരു ഇതാണ്, നമ്മുടെ ഇന്ദുലേഖയുടെ ഒക്കെ ആ ഒരു ഇത് കിട്ടില്ലേ, അതുപോലെ തന്നെ ഇതിന് ഒരു സ്പ്രേയുടെ ബോട്ടിലും, അതിനൊരു സ്പ്രേയുടെ ബോട്ടിലും അതാണ് കിട്ടിയത്. ഇത് സ്പ്രേയുടെ ബോട്ടിലുമാണ് കിട്ടിയത് കേട്ടോ. ഇത് രണ്ടിനും കൂടി എനിക്ക് 82 രൂപയാണ് ആയത്. ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ഹിമാലയയുടെ ബ്രൈറ്റനിങ് കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് എന്ന് പറയുന്ന ഒരു ഫേസ് വാഷാണ്. അത് കിട്ടിയില്ല. ഞാനൊരു 2-3 മാസത്തോളം അതാണ് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ അത് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഈ വാവിൻ്റെ ഈ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ മുഖത്തിന് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല, എന്നാൽ കുരു വരുന്നില്ല. അതാണ് എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഒരു സെൻസിറ്റീവും ഒരു ഡ്രൈ സ്കിന്നുമാണ്. അപ്പം എന്ത് യൂസ് ചെയ്താലും അതിന് പെട്ടെന്നൊരു റിയാക്ഷൻ എൻ്റെ മുഖത്തുണ്ടാകും. അപ്പം അങ്ങനെയുള്ള പ്രോഡക്ട്സ് നോക്കിയാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ്. മെഡിക്കൽ ഷോപ്പ് ആകുമ്പോൾ നമുക്ക് ഒരു സേഫ്റ്റി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്. പിന്നെ ഒരു കളറും ഇല്ല കേട്ടോ, പ്യുവർ വൈറ്റ് ആണ്. പിന്നെ വലിയ മണവും ഇല്ല. ഇനി മണം എന്ന് പറയുന്നൊരു നമ്മുടെ റോസാപ്പൂവിൻ്റെ മണമാണ്. ഇത് തന്നെ എഴുതിയിട്ടുണ്ട് ഹിമാലയൻ റോസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന്.
പിന്നെന്താണ് ഇതിൽ റോസ് വാട്ടർ, അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ ഓഫ് റോസ് വാട്ടർ ആൻഡ് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്ട് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഞാനൊരു 2-3 തീർന്നു. ഇന്ന് തീർന്നു. ഇത് ഫുള്ളേ തീർന്നതാണ് കേട്ടോ. ഞാനിത് 2-3 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. കുഴപ്പമൊന്നുമില്ല. എന്നെപ്പോലെ ഇങ്ങനെ ഡ്രൈ സ്കിന്നും അതുപോലെ സെൻസിറ്റീവ് സ്കിന്നും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും, മുഖത്ത് എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവൂ. അതിപ്പം സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ അത്യാവശ്യം എല്ലാവർക്കും സ്യൂട്ടബിൾ ആണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് സ്യൂട്ടബിൾ ആവുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അനിയനാണ് യൂസ് ചെയ്യുന്നത്. PA++ ആണ്. UVA റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ SPF 15 ആണ് ഇതിന് വരുന്നത്. നമ്മളിപ്പം ഏത് സൺസ്ക്രീൻ ആണെങ്കിലും അതൊരു 30 above ഉള്ള SPF നോക്കി വാങ്ങുക കേട്ടോ. പിന്നെ പാരബൻ ഫ്രീ ആണ്. പിന്നെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആർക്കും പറഞ്ഞു തരാറില്ല, മിക്കവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം സൺസ്ക്രീൻ ഞാൻ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എല്ലാവരും യൂസ് ചെയ്യണം തന്നെയാണ് പറയുന്നത്, പക്ഷെ ഞാൻ സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇത് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടാണെങ്കിലും യൂസ് ചെയ്യുന്നത് എൻ്റെ അനിയനാണ്. അപ്പം അവൻ്റെ മുഖത്ത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കാണ് കേട്ടോ സ്യൂട്ടബിൾ ആവുന്നത്. പിന്നെ അതുപോലെ യൂസ് ചെയ്യണോ എന്ന് പറഞ്ഞത് ഈ 2 പ്രോഡക്റ്റുമാണ് ഞാൻ യൂസ് ചെയ്യാത്ത ഇത് ഞാൻ കാണിക്കാത്തത്. പക്ഷെ എൻ്റെ അനിയും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം അത് കാണിക്കാം. ഇത് മാമ-എർത്തിൻ്റെ ഞാൻ ഇപ്പുറത്ത് എന്തായാലും പിക്ക് കൊടുത്തിരിക്കാം. അത്ര ക്ലിയർ അല്ല എങ്കിൽ ക്ലിയർ ആവുന്നത് ക്ലിയർ. മാമ-എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സെറം. ഇത് ഞാനൊരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്കിൻ ടൂൺ കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ഗ്ലോ ആക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ പേടിയുള്ളത് കാരണം ഞാൻ ഇതിനു മുന്നേ ഒരു സെറം വാങ്ങിയായിരുന്നു ഗാർണിയറിൻ്റെ. പക്ഷെ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. ഞാനൊരു ചുമ്മാ ഒരു പാച്ച് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. ഇത് ഞാൻ പേടികൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. മേ ബി നല്ലതായിരിക്കാം. അപ്പം ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ മാമ-എർത്തിൻ്റെ പ്രോഡക്റ്റ് എല്ലാം എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. മിക്ക പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ് മാമ-എർത്തിൻ്റെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിലുള്ള 3 അക്സസറീസ്, അല്ല 4 ഇത്രയും കാര്യങ്ങളാണ് ഹെയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കൂമ്പിൻ്റെ ഷീപ്പ്. ഇങ്ങനെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ, ചുരുണ്ട മുടി അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ കോമ്പായിരിക്കും നല്ലത്. എനിക്കിത് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം മുടി പെട്ടെന്ന് പൊട്ടിപ്പോകത്തൊന്നുമില്ല. മുടി പൊഴിച്ചിൽ ഇത്തിരി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ താരനം. പിന്നെ താരൻ നമുക്ക് പ്രധാനമായിട്ട് നന്നായിട്ട് കുറയ്ക്കണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചീപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതിലെ ഇടയ്ക്കൊക്കെയുള്ള ചെളികളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പില്ലോ കവർ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ എല്ലാം നന്നായിട്ട് കഴുകി യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് താരൻ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മീഷോയിൽ 110 രൂപ എങ്ങാണ്ടാണ്, 105 110 അത്രയും രൂപ തന്നെയാണ് ആവുന്നത്. ഇത് മേടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് വാങ്ങാം കേട്ടോ. ഇതും നമ്മുടെ പല്ലകലമുള്ള ഷീപ്പാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീപ്പാണ് കേട്ടോ. കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വുഡൻ കോമ്പ് തന്നെയാണ് കേട്ടോ, അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഹെഡ് മസാജർ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, റീസെൻ്റ്ലി എല്ലാവരും ഇത് വീഡിയോ ഇടുന്നതാണ്. ഇതൊരു സിലിക്കോണിൻ്റെ ആണ് കേട്ടോ. ഇത് എത്ര രൂപയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 62 29 എങ്ങാണ്ട് രൂപയായിട്ടുള്ളൂ. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. വൈകിട്ട് നമുക്ക് എന്താണ് മുടി ഇങ്ങനെ കെട്ടിവെക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മുടി നന്നായിട്ട് കെട്ടിവെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ക്രഞ്ചീസ്.
സ്ക്രഞ്ചീസ് ആയിരിക്കും നമുക്ക് നമ്മുടെ മുടി പൊട്ടിപ്പോവാതിരിക്കാൻ. ഇപ്പം ചുരുണ്ടമുടിയൊക്കെ ആണെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് ചെട പിടിക്കുന്നൊരു മുടിയാണ് ചുരുണ്ടമുടിക്കാരുടെ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മുടി നല്ല ചുരുളൻ മുടിയാണ്. അപ്പോൾ അത് തന്നെ എനിക്കിത് യൂസ് ചെയ്തേ പിന്നെ ഒത്തിരി മുടി പൊട്ടുന്നത് കുറവുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്തെന്നാ ഈ ഇതുപോലത്തെയൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ, സ്ക്രഞ്ചീസ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ അത് കുരുങ്ങിയിരിക്കുമായിരുന്നു. അത് എനിക്കൊത്തിരി ഒഴിവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ബാം ഏതൊക്കെ? ഹിമാലയയുടെ ലിപ് ബാമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, മിക്കവരും യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതിനെക്കുറിച്ച്. നമ്മുടെ ലിപ്പൊക്കെ നല്ല നറീഷായിട്ട് വെക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കൂടുതലും ലിപ്പ്, സ്കിന്ന് ഇതൊക്കെ നന്നായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വേനൽ സമയമൊക്കെ അല്ലേ, അപ്പം നല്ലതായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കാന്നല്ല കുടിക്കുക. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാൻ ശ്രമിക്കണം ഒരു ദിവസം. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ചുണ്ട് കൂടുതലും വരളുന്നത് അങ്ങനെയൊക്കെയാണ്. വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ കൂടുതലും വരളുന്നത്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ. എനിക്കിത് ഞാനൊരു 2-3 മാസമായി യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തീർന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 16 ട്രൂ ബ്രൗൺ ആണ് കേട്ടോ. സൂപ്പർ ലാസ്റ്റ് ആണ്, മിയോൺ ആണ്. സൂപ്പർ ലാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു 11-12 മണിക്കൂറെങ്കിലും നിൽക്കും കേട്ടോ. ടൈം ഒന്നും എഴുതിയിട്ടില്ല. 10-12 മണിക്കൂറെങ്കിലും ഇത് ലാസ്റ്റ് ചെയ്യും. അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്നെപ്പോലുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ പ്രോഡക്ട്സ് ഒക്കെ നോക്കി വാങ്ങുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി നമ്മുടെ തലമുടിയുടെ കോമ്പ് യൂസ് ചെയ്യുന്നത് എല്ലാവരും കൂടുതലും തടിയുടെ കോമ്പ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.